ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് പാലെടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചസാര, ഇത്രയും സാധനങ്ങൾ, പിന്നെ നെയ്യും, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതാ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നെയ്യുണ്ട് ഗൈസ്, അപ്പോൾ നെയ്യ് കാണിക്കാൻ മറന്നുപോയി വിചാരിക്കല്ലേ, നെയ്യുണ്ട്. നെയ്യ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല വൃത്തിയിൽ തോലെല്ലാം കളഞ്ഞിട്ട് ചെത്തിയെടുക്കണം. നല്ല വൃത്തിയിൽ എന്നിട്ട് വേണം കഴുകിയെടുത്തിട്ട് ഇത് ചീകി ഇട്ടിട്ട് എടുക്കണം. നല്ല അടിപൊളിയായി ഇങ്ങനെയെല്ലാം നല്ല വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് കഴുകുക. കണ്ടല്ലോ, ഇപ്പോൾ രണ്ട് ഭാഗവും ചെത്തിയെടുക്കുക. ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് കഴുകണം. നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം തോല് കളഞ്ഞ് എന്നിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കാം. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആക്കാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റെല്ലാം കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില്ലാത്ത വെച്ചിട്ട് ഇങ്ങനെയാക്കി എല്ലാം എടുക്കണം. അങ്ങനെയാണ് എല്ലാം ചീകി എടുത്തിട്ട് വരേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊത്തം ഞാൻ ചെയ്യാൻ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ട് എല്ലാം ചീകി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ്, ഞാനിതാ ക്യാരറ്റെല്ലാം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമല്ലേ ഇത് വാടി കിട്ടും നല്ല അടിപൊളിയായിട്ട്. വെള്ളം ഒഴിക്കരുത്, കുറച്ച് പാൽ ഇത് വെന്തതിൻ്റെ ശേഷം നമുക്ക് ഒഴിക്കണം. വാടി വന്നതിൻ്റെ ശേഷമാണ് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കും. ചൂടായി വരുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ. അപ്പോൾ ക്യാരറ്റിൽ നിന്ന് നല്ലോണം വെന്ത് വരും. ക്യാരറ്റ് വെന്തതിൻ്റെ ശേഷം ആവശ്യത്തിന് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാട് പാലൊന്നും വേണ്ട, കുറച്ച് മതി. നല്ലോണം ഒന്ന് വാടി വരട്ടെ.
അപ്പം ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് പാലൊഴിക്കുന്നുണ്ട്. പാലിൻ്റെ അകത്താക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. കുറച്ച് പാൽ വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പാലിൻ്റെ അകത്ത് ഇതിങ്ങനെ വെന്ത് വരും. ക്യാരറ്റ് പാലിൽ വെന്ത് വരും. അതിൻ്റെ ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം പാലിൽ ഇളക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ക്യാരറ്റ് പാലുമായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള പഞ്ചസാര. നേരം കുറച്ച് ഏലക്കായപ്പൊടിയും അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏലക്കായൻ്റെ രുചിയും വരും. അതിൻ്റെ ശേഷമാണ് ഇത് വരണ്ട് വരുമ്പം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പം ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കായനില്ല, ആയി വരുന്നേ ഉള്ളൂ. പാലിൽ വെന്ത് കണ്ടീഷനായിട്ട് വരുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടായിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. നോക്കാം നമുക്ക് അതിനൊന്ന്. സംഗതി വെന്തിന്. പാലിലങ്ങനെ ഇളക്കി ചേർത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കണം. നല്ല അടിപൊളിയായിട്ടാവട്ടെ. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. $250 പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 500 പഞ്ചസാര വാങ്ങിയതാണ്. അതിൽ ഞാൻ 250 ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നമുക്ക് ഇളക്കി പഞ്ചസാര ഇതിൻ്റെ അകത്ത് ലയിച്ച് വരണം നമ്മളെ ക്യാരറ്റിൽ. എന്നിട്ട് അങ്ങനെ പിടിക്കണം. ക്യാരറ്റ് പഞ്ചസാരയിൽ നല്ലോണം ചേരണം. അതാണ് പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നടക്കൂ. പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരണ്ട് വരട്ടെ. ഞാൻ ഏലക്കായ പൊടിച്ച് വെച്ചിനെന്ന് പറഞ്ഞില്ലേ പഞ്ചസാരേൻ്റെ അകത്ത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിച്ച് വെച്ചതും കൂടി. എന്നിട്ടെല്ലാം കൂടി ഇളക്കിയിട്ട് യോജിപ്പിക്കാം. എന്നിട്ടത് നല്ലോണം വരണ്ട് വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷമാണ് നമുക്ക് നെയ്യാക്കി കൊടുക്കേണ്ടത്. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് കണ്ടീഷനായിട്ട് വരൂ. അപ്പോൾ ഗൈസ് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്. ഇത്രയും ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് വേണ്ടിക്കില്ലെങ്കിൽ ചേർത്താൽ മതി. നെയ്യും ആക്കിയിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കട്ടെ. നെയ്യ് വേണ്ടിക്ക് ചേർത്താൽ മതി. ഇപ്പം കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണോ നോക്കാം. ഇനി വേണ്ടിക്കിൽ നമുക്ക് ചേർത്താൽ മതി. വേണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട. നെയ്യ് ഒരുപാടൊന്നും വേണ്ട. ഇതിന് കുറച്ച് മതി. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റിയ പാകത്തിന്.
അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ ക്യാരറ്റ് ലഡു ഇവിടെ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ്. തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് ഉരുട്ടിയിട്ട് കാണാം. തണിയട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഇത് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാണാം. ഞാനിതാ പ്ലേറ്റിലേക്ക് തണിയാൻ വിളമ്പിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിനി കുറച്ചൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷം വേണം ഇത് ഉരുട്ടിയിട്ട് എടുക്കാൻ. ഈ മുന്തിരി ആക്കിയിട്ട് ഉരുട്ടിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊന്ന് ഉരുട്ടി നോക്കട്ടെ, വെള്ളം ചൂടോടെ തന്നെ ഉരുട്ടിയിട്ടാവുന്നുണ്ടോയെന്ന്. ഓ വാവ്, അടിപൊളി. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതാ ഈ മുന്തിരീനെ ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളെ ലഡുവിന് മുന്തിരി വേണമല്ലോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് കണ്ട, സൂപ്പർ ലഡുവാണ് ഗൈസ്. കണ്ട, കറുത്ത മുന്തിരി കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ മുന്തിരി എടുത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ എല്ലാം അതേപോലെ ഉരുട്ടിയെടുക്കട്ടെ ഗൈസ്. വെള്ളം ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ഉരുട്ടുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉരുട്ടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഉരുട്ടാനെല്ലാം പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടാനെല്ലാം പറ്റും കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളി കളറുള്ള നല്ല ലഡു തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലെ തന്നെയുള്ള ലഡുവാണ്. നല്ല സൂപ്പർ ലഡു. കണ്ട. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മുന്തിരി എടുക്കട്ടെ. മുന്തിരി ഇനി എടുത്ത് എന്നിട്ട് വേണ്ടേ നമുക്കാക്കാൻ. കുറേശ്ശെ വണ്ണം കൂടിക്കഴിഞ്ഞാലും മോശമല്ല, ഒരേ വണ്ണത്തിൽ എടുക്കണ്ടേ ഗൈസ്. അപ്പം ഞാൻ എല്ലാം ഉരുട്ടി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ആ എടുത്ത 4 എണ്ണത്തിന് 4 ക്യാരറ്റ് ഉണ്ടല്ലോ, അതിന് ഇത്രയാണ് എനിക്ക് ലഡു കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ലഡുവാണ്, ഒന്നും പറയാനില്ല. ഇതാ സൂപ്പർ ലഡു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.